എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സെപ്റ്റംബർ മാസത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട്. ഗ്യാസ് വിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 2024 സെപ്റ്റംബർ മാസത്തെ ഗ്യാസ് വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതേസമയം 19 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് 39 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില 1691 രൂപ 50 പൈസയാണ് ശരാശരി വില. പാചകവാതക വില വർദ്ധിപ്പിക്കുന്നതോടെ ഹോട്ടലുകളെയും റെസ്റ്റോറൻറ്റുകളെയും ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെയും ഇത് ബാധിക്കും. അന്താരാഷ്ട്ര വിപണി വില, നികുതികൾ എന്നിവ ചേർത്താണ് ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിൽ എണ്ണക്കമ്പനികൾ പാചകവാതക വില നിശ്ചയിക്കുന്നത്. ഇത്തവണയും ഗാർഹിക പാചകവാതക സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. 821 രൂപ 50 പൈസയാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിൻ്റെ വില. രാജ്യത്തുടനീളം EKYC മസ്റ്ററിംഗ് തുടരുകയാണ്. ഇനിയും EKYC മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും വേഗം അക്ഷയ കേന്ദ്രങ്ങളിലോ CSC കേന്ദ്രങ്ങളിലോ ഗ്യാസ് ഏജൻസികളിലോ എത്തി ഈ കാര്യം ചെയ്യണം. മൊബൈൽ ആപ്പിൽ സ്വന്തമായി ചെയ്യാൻ കഴിയുന്നവർക്ക് അതിനും അവസരം ഉണ്ട്. ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ അറിയേണ്ട ഒരു കാര്യം, ബുക്കിങ്ങിന് ഇപ്പോൾ പഴയ നമ്പറല്ല, നമ്പർ മാറിയിട്ടുണ്ട്. അതായത് ഇത് മാറിയിട്ട് മാസങ്ങളായിട്ടുണ്ട്. പല ആളുകളും പഴയ നമ്പറിൽ വിളിക്കുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും അറിയിക്കുന്നത്. ഈ ഭാരത് ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇനി മുതൽ 77 15 012345 അല്ലെങ്കിൽ 77 18 012345 എന്നീ IVRS നമ്പറുകൾ ഉപയോഗിക്കണം എന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. പ്രവർത്തനരഹിതമായ 94 46 25 67 89 എന്ന IVRS നമ്പർ ഉപയോഗിച്ച് ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ നമ്പറുകൾ ഭാരത് ഗ്യാസ് പരസ്യപ്പെടുത്തിയിട്ടുള്ളത്. മിസ് കോൾ ബുക്കിങ്ങിന് 77 10 95 55 55 എന്ന നമ്പറിലും വാട്സപ്പ് ബുക്കിങ്ങിന് 1800 22 43 44 എന്ന നമ്പറും ഉപയോഗിക്കാം. കൂടാതെ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള UPI ആപ്പുകൾ ഉപയോഗിച്ചും ബുക്കിങ്ങും പണമടക്കാനുള്ള സേവനങ്ങളും ലഭ്യമാണ്. ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, അതായത് റെഗുലേഷൻ ഓഫ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓർഡർ 2000 എന്ന നിയമത്തിൻ്റെ കീഴിലാണ് പാചകവാതക വിതരണം നടക്കുന്നത്. ഒരു ഉപഭോക്താവ് രാജ്യത്തെ ഏത് ഏജൻസിയിൽ നിന്നും പാചകവാതക കണക്ഷൻ എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സിൽ ഏജൻസി നിർബന്ധമായും LPG സിലിണ്ടർ എത്തിച്ചു നൽകേണ്ടതാണ്. ഇങ്ങനെ എത്തിച്ചു കൊടുക്കുവാൻ ഉപഭോക്താവിൻ്റെ പക്കൽ നിന്നും ബിൽ തുകയേക്കാൾ അധിക തുക വാങ്ങാൻ പാടില്ല. ഏതെങ്കിലും സന്ദർഭത്തിൽ ഏജൻസിക്ക് ഉപഭോക്താവിൻ്റെ രജിസ്റ്റർ ചെയ്ത മേൽവിലാസത്തിൽ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഉപഭോക്താവിൽ നിന്നും പ്രത്യേക അനുമതി ഏജൻസി നിർബന്ധമായും എഴുതി വാങ്ങണം എന്നതാണ് നിയമം. നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിൽ 29.5 കിലോ തൂക്കം ഉണ്ടാകണം. അതിൽ 14.2 കിലോ പാചകവാതകവും 15.3 കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമായിരിക്കും. സിലിണ്ടർ കൊണ്ടുവരുന്ന വാഹനത്തിൽ ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം. ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ ഈ ത്രാസിൽ ഗ്യാസ് സിലിണ്ടർ തൂക്കി കൃത്യമായ ഭാരം കാണിച്ചു കൊടുക്കാൻ ഏജൻസികൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഉപഭോക്താവിന് ആ ഗ്യാസ് സിലിണ്ടർ തിരസ്കരിക്കാവുന്നതാണ്. തൂക്കക്കുറവ് കാണിച്ചുകൊണ്ട് ലീഗൽ മെട്രോളജി വകുപ്പിൽ പരാതി കൊടുക്കാവുന്നതുമാണ്. മറ്റൊന്ന്, ഗ്യാസ് ഏജൻസികളുടെ പ്രവർത്തന സ്ഥലത്ത് ഉപഭോക്താക്കൾ കാണത്തക്ക രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ സ്റ്റോക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ടാകണം. ഈ സ്റ്റോക്കിൽ നിന്നും ഉപഭോക്താക്കൾ സിലിണ്ടർ ആവശ്യപ്പെട്ടാൽ ഏജൻസിയിൽ നിന്നും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സിലിണ്ടറുകളുടെ വിലയിൽ നിന്ന് റിബേറ്റ് ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടതാണ്. അതായത് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ട് പോയി സിലിണ്ടർ എടുക്കുമ്പോൾ നിശ്ചിത തുക ഉപഭോക്താക്കൾക്ക് റിബേറ്റായി നൽകുവാൻ ഗ്യാസ് ഏജൻസികൾ നിർബന്ധിതരാണ്. ഷെഡ്യൂൾ പ്രകാരം പുതിയ കണക്ഷൻ എടുക്കാൻ വരുന്ന ഉപഭോക്താക്കളെ നിർബന്ധിച്ച് യാതൊരുവിധ സാധനങ്ങളും ഏജൻസികളിൽ നിന്നും വാങ്ങാൻ നിർബന്ധിക്കരുത്. ഗ്യാസ് ഏജൻസികൾ കേന്ദ്ര പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ കീഴിൽ വരുന്നതായതിനാൽ സംസ്ഥാന വകുപ്പുകൾക്ക് അവരുടെ ശിക്ഷാ നടപടികൾക്ക് പൂർണ്ണമായ അധികാരം ഇല്ല.
ഇത് സംബന്ധിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും ലഭിക്കുന്ന പരാതികൾ നടപടി എടുക്കുന്നതിനായി ബന്ധപ്പെട്ട ഓയിൽ കമ്പനികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. വീടുകളിൽ സിലിണ്ടർ എത്തിച്ചു നൽകുന്നതിനുള്ള ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള തുകയാണ് MRP. അതാണ് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അതിൽ കൂടുതൽ തുക ആവശ്യപ്പെട്ടാൽ നിങ്ങൾ നൽകേണ്ടതില്ല. ബില്ലിലുള്ള തുകയേക്കാൾ അധിക ചാർജ് ഡെലിവറി ചാർജ് ആവശ്യപ്പെടുകയാണ് എങ്കിൽ ആ വിവരം ഏജൻസിയെയോ കമ്പനിയെയോ അറിയിക്കാവുന്നതാണ്. കൂടുതൽ പണം കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഏജൻസികൾ നടത്താറുണ്ട്. അതിൽ ഗുണഭോക്താക്കൾ വഞ്ചിതരാവരുത്. പരാതി നൽകിയിട്ട് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപഭോക്താവിന് ഏജൻസിയുടെ മാനേജർക്ക് ഒരു രജിസ്ട്രേഡ് നോട്ടീസ് അയക്കാവുന്നതാണ്. ഈ നോട്ടീസിൽ പരാതി വ്യക്തമായി എഴുതി ചേർക്കേണ്ടതാണ്. ഈ നോട്ടീസ് അയക്കുന്നതിനോടൊപ്പം ഒരു പരാതി എഴുതി ഒരു പരാതി കലക്ടർക്കും അയക്കാം. അതിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തെ സമീപിക്കാവുന്നതാണ്. എല്ലാ ജില്ലകളിലും ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം നിലവിലുണ്ട്. ഗ്യാസ് വിലയിൽ വീടുകളിൽ എത്തിച്ച് നൽകാം എങ്കിലും 5 കിലോമീറ്ററിന് മുകളിൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് നിശ്ചിത തുക നൽകേണ്ടതുണ്ട്. എന്നാൽ 5 കിലോമീറ്ററിന് താഴെയുള്ള സ്ഥലങ്ങളിലും 50 രൂപ വരെ ഡെലിവറി ചാർജായി ഈടാക്കുന്നു എന്ന പരാതി ഉണ്ട്. 0 മുതൽ 5 കിലോമീറ്റർ വരെ ഡെലിവറി ചാർജില്ല. 5 മുതൽ 10 കിലോമീറ്റർ വരെ 20 രൂപയും 10 മുതൽ 15 കിലോമീറ്റർ വരെ 25 രൂപയും 15 കിലോമീറ്ററിന് മുകളിൽ 30 രൂപയുമാണ്. അത് മാക്സിമം ചാർജാണ്. അതിൽ കൂടുതൽ ഡെലിവറി ചാർജ് ഇല്ല. ഇത്രയും ഉയർന്ന വിലക്ക് സബ്സിഡി ഇല്ലാതെ നമ്മൾ ഗ്യാസ് വാങ്ങുമ്പോൾ തട്ടിപ്പിൽ ഇരയാവാതിരിക്കാൻ ഗ്യാസ് ബുക്ക് ചെയ്യുക, ബില്ല് ചോദിച്ചു വാങ്ങുക, ഓൺലൈനായി പണമടക്കാൻ ശ്രദ്ധിക്കുക. ബുക്ക് ചെയ്യാതെ കരിഞ്ചന്തയ്ക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായും അധിക ചാർജ് നൽകേണ്ടി വരും. നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയും ചെയ്യും. ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ മറ്റ് UPI സംവിധാനം വഴിയോ ഓൺലൈനായി ഗ്യാസ് സിലിണ്ടറിൻ്റെ വില നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അധിക ചാർജായി ഒന്നും നൽകേണ്ടി വരുന്നില്ല. ഈ കാര്യം എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗാർഹിക പാചകവാതക സിലിണ്ടർ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നിട്ട് 1 വർഷം പിന്നിടുകയാണ്. 1 വർഷത്തിൽ 15 സിലിണ്ടറുകൾ മാത്രമേ ഇപ്പോൾ ഗാർഹിക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുള്ളൂ. എന്നാൽ കേരളത്തിൽ ഇത് 12 സിലിണ്ടറുകൾ മാത്രമാണ് ലഭിക്കുന്നത്. ഡിസംബറിൽ പ്രഖ്യാപിച്ച പദ്ധതി കഴിഞ്ഞ ഏപ്രിലാണ് തുടങ്ങിയത്. സാമ്പത്തിക വർഷത്തിലാണ് സിലിണ്ടറുകളുടെ എണ്ണം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ മാത്രം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ആളുകൾ സാമ്പത്തിക വർഷാവസാനം എത്തുമ്പോൾ, അതായത് മാർച്ച് അവസാനത്തോടു കൂടി ഇതുവരെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സിലിണ്ടറുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അവസാന മാസം സിലിണ്ടറുകൾ ലഭിക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. കേരളത്തിലുള്ളവർക്ക് 12 സിലിണ്ടറുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അധിക സിലിണ്ടർ വേണം എങ്കിൽ വീട്ടിലെ അംഗസംഖ്യ തെളിയിക്കുന്ന റേഷൻ കാർഡിന്റെ പകർപ്പ് നൽകി ഡീലർമാർ മുഖേന അപേക്ഷ നൽകണമെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത്. ഉജ്ജൽ യോജന പദ്ധതിയിൽപ്പെട്ട 12 സിലിണ്ടറുകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത്. മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റു വീഡിയോ